നമസ്കാരം. അങ്ങനെ പലതും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇ.പി. ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട ചില പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പുതിയ ചില മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതുവരെ പറഞ്ഞിരുന്നത് DC ബുക്സിൽ നിന്ന് ആ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ 178 പേജോളം അടങ്ങുന്ന PDF പുറത്തായിരിക്കുന്നു. ആ സമയത്ത് പറഞ്ഞത് DC ബുക്സിലേക്ക് ഇ.പി. ജയരാജൻ കഥ അല്ലെങ്കിൽ ആത്മകഥ കൊടുത്തിരുന്നു, അവരുമായി കരാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങനെ ഒരു കരാർ DC ബുക്സുമായി ഇ.പി. ജയരാജൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പുസ്തകം ആത്മകഥ എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ.പി. ജയരാജൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് നോക്കിയാൽ പോലും ശരിയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ DGP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്, ഷെയ്ഖ് ദർവേസ് സാഹിബാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ DC രവിയുടെ ഇത് എടുക്കുന്നതായിരിക്കും, മൊഴി രേഖപ്പെടുത്തും. അവിടുത്തെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള കരാറും സംഭവിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞിരുന്നത് DCയുമായി സംസാരിച്ചിരുന്നു, അതായത് DC ബുക്സുമായി ആയും അതുപോലെ മാതൃഭൂമി ബുക്സുമായും ഇത്തരത്തിലൊരു ചർച്ച നടന്നിരുന്നു എന്നുള്ളതല്ലാതെ ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറുകൾ ഈ രണ്ടുപേർക്കും കൊടുത്തിരുന്നില്ല. അതേസമയം മാതൃഭൂമി പ്രസിദ്ധീകരിക്കണമെന്നാണ് തൻ്റെ താല്പര്യം, അങ്ങനെ ഒരു ആഗ്രഹം തനിക്കുണ്ട് എന്നുള്ള തരത്തിൽ ഇ.പി. ജയരാജൻ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു. താൻ എഴുതിയ പല കാര്യങ്ങളുമല്ല പുറത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ ഒരു സ്ഫോടനാത്മകമായ ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അപ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ ഇ.പിക്ക് നേരത്തെയും ഇതുപോലെ അബദ്ധമില്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ ഇ.പിക്ക് നേരത്തെയും പണി കൊടുത്തിട്ടുള്ളവരാണ് മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ. ഇപ്പൊ പുതുതായി ഈ വിവാദം ഉണ്ടാക്കിയത് ആരാണ്, ആരുടെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ ആര് വഴിയാണ് രഹസ്യമായി അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ വഴി അത് ടൈപ്പ് ചെയ്ത് അത് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഇതിൻ്റെ PDF-കൾ എങ്ങനെ ആര് കൈവശം ഏത് രീതിയിൽ പുറത്തായി? ഇതാണ് സത്യത്തിൽ അന്വേഷിക്കേണ്ടത്. അതായത് കുറ്റകരമായ ഗൂഢാലോചന, അതോടൊപ്പം തന്നെ തെറ്റായ വിവരം പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഈ പറയുന്ന ആത്മകഥയുടെ ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുറത്തെത്തിച്ചിട്ടുള്ളവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അപരാധം. അപ്പം ഗൂഢാലോചന എന്നുള്ളത് ആരാണ് ഗൂഢാലോചന നടത്തിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്, പങ്കാളികളായവരെ എത്രയും വേഗം കണ്ടെത്തുക, അതിനുവേണ്ട അന്വേഷണങ്ങൾ നടത്തുക. അതോടൊപ്പം DC ബുക്സിന് ഈ ഗൂഢാലോചനയിൽ എന്താണ് പങ്ക്? കാര്യം DC ബുക്സ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സമീപിച്ചിരുന്നു, ഞങ്ങളുടെ കയ്യിൽ അതുണ്ട്, അതിൻ്റെ പ്രൂഫ് വരെ നോക്കിക്കഴിഞ്ഞതായിരുന്നു. 10 മാസത്തിന് മുമ്പാണ് അത്ര ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് വരെ നോക്കിക്കഴിഞ്ഞതാണ് എന്നുള്ള തരത്തിൽ DC നേരത്തെ പ്രസ്താവിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ DC ബുക്സിന് ഈ പുസ്തകം പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് എന്താണ് പങ്ക് എന്നുള്ള കാര്യം അന്വേഷിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ, അതായത് ഇവിടെ വലിയൊരു രാഷ്ട്രീയ സ്ഫോടനം ഉണ്ടാക്കാൻ തക്ക ശേഷിയുള്ള വിവരങ്ങളാണല്ലോ അതിലൂടെ പുറത്തു വന്നത്. ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. സരിനായുള്ള വിമർശനം, മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പമുള്ള മന്ത്രിമാർക്കുമെതിരായ വിമർശനം, പാർട്ടിക്കെതിരായ വിമർശനം, അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു തുടങ്ങിയ ഒരുപാട് വിവാദ വിഷയങ്ങൾ അടങ്ങുന്ന അത്രയും ഭാഗം ആരാണ് തയ്യാറാക്കിയത്? അതായത് തെറ്റായ വിവരം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ ഇദ്ദേഹം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്നാണ്, ഇതിന്റെ സോഴ്സ് എന്താണ്, ഇതിന്റെ ഉറവിടം എവിടെയാണ്? ഇങ്ങനെ ഒരു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ എഴുതിയ കാര്യങ്ങളല്ല വന്നിട്ടുള്ളത് എന്നുള്ള തരത്തിൽ ഇ.പി. ജയരാജൻ ആണയിട്ട് സമ്മതിക്കുമ്പോഴും ആർക്കായിരുന്നു ഈ രീതിയിലാണ് ഇ.പി. ജയരാജൻ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ സമൂഹ മധ്യത്തിൽ കൊണ്ടെത്തിക്കേണ്ട ആവശ്യം, ഇതിനെക്കുറിച്ചും അന്വേഷണം ആവശ്യമാണ്. ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ തെറ്റായ വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് തെറ്റായ ദിവസം തന്നെ നൽകിയ മാധ്യമമാണെങ്കിൽ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ അങ്ങനെ, അതുമല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ CPM-ൽപ്പെട്ട ഏതൊക്കെ ആളുകൾക്ക് ഇ.പി. ജയരാജൻ ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യമുണ്ടോ അവരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അപ്പം നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് ഇതിനകത്ത് ആവശ്യം. അങ്ങനെ ഇ.പി. ജയരാജൻ ഒരു ചെയ്യാത്ത തെറ്റിനാണ് ഈ ഫലം അല്ലെങ്കിൽ ഈ ശിക്ഷ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് പൊതുജന മധ്യത്തിൽ എത്തുക തന്നെ വേണം.